എന്തു പറ്റി? ഉപ്പുമാവില് വെള്ളം കൂടിപ്പോയോ? പഞ്ചസാര ഉള്ളതുകൊണ്ട് കഷ്ടിച്ചങ്ങ് രക്ഷപ്പെട്ടുപോയി. ഇതെന്താ ഇങ്ങനെ? അല്ല, അത് കറുമുറ ഒന്ന് കടിച്ചങ്ങ് തിന്നാലോ. അപ്പൊ കുറച്ചങ്ങ് മൂപ്പിച്ചെടുത്തതാ. അല്ല, മക്കളും എല്ലാം കഴിച്ചായിരുന്നോ? ഇല്ല, അമ്മയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. തലവേദനയല്ലേ? അല്ല, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? എന്നാ അങ്കിൾ എന്തെങ്കിലും ഉണ്ടാക്കി തന്നാലോ? ആ, ആയിക്കോട്ടെ. അല്ല, ഞാനിപ്പോ മക്കൾക്ക് എന്താ ഉണ്ടാക്കി തരേണ്ടത്? എന്ത് പറഞ്ഞാലും ഉണ്ടാക്കി തരുമോ? ആ, ഉണ്ടാക്കി തരാം. എന്നാ എനിക്ക് ഐസ്ക്രീം മതി. അങ്ങനെ ഐസ്ക്രീം ഒന്നും ഉണ്ടാക്കി തരാൻ പറ്റില്ല. അതിനുള്ള സംവിധാനങ്ങളൊന്നും ഇവിടില്ല. എങ്കിൽ അങ്കിളിന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി തന്നാ മതി. ഉപ്പുമാവായ കൊള്ളാം. ഉപ്പുമാവ് തന്നെ ഉണ്ടാക്കാം. കൂടെ ഒരു പപ്പടം കൂടെ ഉണ്ടാക്കാം. എങ്ങനെയുണ്ട്? ഉപ്പുമാവും പപ്പടവും, അത് കൊള്ളാം. നല്ല കോമ്പിനേഷനാ. എങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ എഴുതിക്കോ. എഴുതി കഴിയുമ്പോഴേക്കും ഉപ്പുമാവും പപ്പടവും റെഡി. ഓക്കെ, അപ്പൊ മക്കൾ ഇരുന്ന് എഴുതിക്കോ കേട്ടോ. ദൈവമേ, കുഴയുമല്ലോ. ഉപ്പുമാവ് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് റവ. അതാദ്യം നോക്കാം. ഇത് അരിയല്ലേ? ഇതെവിടെ? ആ, കിട്ടിപ്പോയി. ഇനി പപ്പടം. അപ്പൊ പപ്പടവും സെറ്റ്. അപ്പൊ ഇനി നമ്മുടെ പണി അങ്ങ് തുടങ്ങാം. കിച്ചണിന്ന് അനക്കൊന്നുമില്ലല്ലോ സത്യ. അങ്കിളെ, എന്തായി? ഒരു 10 മിനിറ്റ്. ദൈവമേ, ഉപ്പുമാവ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഇതിപ്പോ പായസമായല്ലോ. എന്തെങ്കിലും പറഞ്ഞിനി പിടിച്ചിരിക്കാം. ഇനി അടുത്തത് പപ്പടം. ഇത്ര വേഗം എഴുതി കഴിഞ്ഞോ? എനിക്ക് വയ്യ, വിശന്നിട്ട് എഴുതാൻ പറ്റുന്നില്ല. എനിക്കും അതെ, നല്ല വിശപ്പുണ്ട്. ഉപ്പുമാവും പപ്പടമായൊന്ന് നമുക്ക് പോയി നോക്കിയാലോ? നോക്കാം. ഇനി കഴിച്ചിട്ട് എഴുതാം. പപ്പിമോൾ എന്താ ആഗ്രഹിച്ചേ? ഐസ്ക്രീം അല്ലേ? സത്യമോൾ എന്താ ആഗ്രഹിച്ചേ? ഉപ്പുമാവല്ലേ? ഇത് രണ്ടും കൂടെ ചേർന്ന് ശിവനങ്ങളുടെ ഒരു പുതിയ തരം ഡിഷ. പിടിച്ചോ, അപ്പൊ കഴിച്ചോ. ഈ പപ്പടം കൂടെ കഴിച്ചേ. അല്ലെങ്കിലേ, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഇതൊക്കെ അങ്കിളിന്റെ പുതിയൊരു സ്റ്റൈലല്ലേ? കടിക്കുമ്പോ കാറ് മുറാന്നിരിക്കണം. കഴിക്ക്. പപ്പി മോക്ക് പിടിച്ചേ. സൂപ്പർ. ഞങ്ങളുടെ അമ്മ പോലെ ഇങ്ങനത്തെ ഒരു ഡിഷ് ഉണ്ടാക്കി തന്നിട്ടില്ല. എന്താ അങ്കിൾ ഇതിന്റെ പേര്? ഇതാണ് സോൾട്ട് മാംഗോ ഡ്രിങ്ക്. എന്തു പറ്റി? ഉപ്പുമാവില് വെള്ളം കൂടിപ്പോയോ?
പഞ്ചസാര ഉള്ളതുകൊണ്ട് കഷ്ടിച്ചങ്ങ് രക്ഷപ്പെട്ടുപോയി. ഇതെന്താ ഇങ്ങനെ? അല്ല, അത് കറുമുറ ഒന്ന് കടിച്ചങ്ങ് തിന്നാലോ, അപ്പോ കുറച്ചങ്ങ് മൂപ്പിച്ചെടുത്തതാ. ഉം, കൊള്ളാം. അല്ല, തലവേദന എങ്ങനെയുണ്ട്? ആ, ചെറിയൊരു പനിയുണ്ടോന്ന് സംശയമുണ്ട്. അത് തോന്നിയതായിരിക്കും. നമുക്ക് ഡോക്ടറെ അടുത്ത് പോയാലോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ ചെന്ന് മരുന്ന് മേടിച്ചിട്ട് വരാം. ആ, മക്കളെന്താ നോക്കിയിരിക്കുന്നേ? കഴിച്ചോ? ആ, ഞാൻ മരുന്ന് മേടിച്ചിട്ട് വരാവേ. കുഴപ്പമില്ല. വാവേ, അമ്മ കണ്ണെഴുതി തരട്ടെ. ഇങ്ങനെ കുറുമ്പ് കാണിച്ചാൽ എങ്ങനെ എഴുതും? ഒരു പണിയുണ്ട്. ഉറങ്ങിക്കഴിയുമ്പോ അമ്മ കണ്ണെഴുതി പൊട്ടും കൊത്തി തരും. ഉണരുമ്പോ കണ്ണാടിയിൽ കാണിച്ചു തരാട്ടോ. സമാധാനായിട്ടൊരു പാട്ട് കേൾക്കാനെ സമ്മതിക്കൂല. നിന്നെ ഈ കാണുന്ന നുണകളും എഴുന്നള്ളിച്ച് നാടകവും കളിപ്പിച്ച് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നതേ തിന്നും കുടിച്ചും പാട്ട് കേട്ടിരിക്കാനല്ല, പണിയെടുപ്പിക്കാനാ. അതിനിവിടെ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ. മുത്തശ്ശി ഒന്നും എടുപ്പിക്കില്ലെന്നേ. കഴിച്ച് പ്ലേറ്റ് പോലും കഴുകണ്ട. അവിടുത്തെ വീട്ടുപണി എടുക്കാനല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്ത് പണിയാ ഉദ്ദേശിക്കുന്നേ? ഞാൻ നിന്നെ ഏൽപ്പിച്ച പണി എന്താ? ഞാൻ അവിടെ കൊണ്ടുപോയി നിർത്തിയത് എന്ത് പണിയെടുക്കാനാണെന്നാ ചോദിച്ചത്. അമ്മേ, എന്നെ കൊണ്ടതിന് പറ്റൂലെന്ന് എനിക്ക് തോന്നുന്നേ. ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാനാ? പാവം കിട്ടും അമ്മേ. ഓ, നിന്റെ വർത്തമാനം കേട്ടതൊന്നും ലോകത്തുള്ള എല്ലാവരും വിശുദ്ധിയുടെ മാലാക്കപ്പെട്ട് അണിഞ്ഞവരാണെന്ന്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും എന്നെ കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റൂല. എന്നാ നീ അവിടെ നിക്കണ്ട, ഇങ്ങ് പോരെ. ഞാൻ പറയുന്നത് അനുസരിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ നീ അവിടെ നിൽക്കേണ്ട കാര്യമില്ലെന്നേ. നാളെ രാവിലെ തന്നെ അവിടെ ഇങ്ങോട്ട് പോന്നോണം. പിന്നെ എന്റെ മോള് ബാംഗ്ലൂർ എന്ത് പഠിക്കാൻ പോണെന്നാ പറഞ്ഞത്? അതെന്ത് മലമറിക്കുന്ന പഠിത്തമാണെങ്കിലും ഞാൻ പറഞ്ഞാ കേൾക്കാത്ത മക്കളെ ഞാൻ ഇതിനെ കാശ് മുടക്കി പഠിപ്പിക്കുന്നേ. അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടത്? അമ്മ തന്ന ആ പൊടി കുഞ്ഞിന്റെ പാലിൽ കലക്കണം, അത്രയല്ലേ വേണ്ടൂ. അത് ഞാൻ ചെയ്യും, ചെയ്തിരിക്കും.